ആ മോളുടെ കുട്ടിക്ക് എങ്ങനെയുണ്ട് ചെറുതക്കുട്ടിയെ? ഓ കുറവൊന്നുമില്ല ചെറിയമ്പ്യാരെ. എന്തെന്നാലും അപ്പ ഛർദിക്കും. ഛർദി നിൽക്കുന്നില്ലേ നോക്കണം. അക്കരക്ക് അങ്ങാടിയിൽ മത്തായി ഡോക്ടർ ഒന്ന് കാണിച്ചു നോക്ക്. പൈസ വേണേ 50 റുപ്യ വേറെ മേടിച്ചോ. നീലാണ്ടനോട് ഞാൻ പറഞ്ഞോളാം. എന്തായി നീലാണ്ട, നാളികേരം മുഴുവൻ കൊണ്ടുപോയോ? ഇനിയിപ്പോ ഒരു ലോഡിനോട് ഉണ്ടാവും. കോയോട്ടി എന്ത് പറയുന്നു? കഴിഞ്ഞ പ്രാവശ്യത്തേന്നും 600 ചില്ലാനും തേങ്ങ കുറവാ. അത് നോട്ടക്കുറവിന്റെ അന്ന് കോയോട്ടി പറയും. അതല്ലേ പിന്നെ ആരോ കാര്യമായിട്ട് കക്കുന്നുണ്ട്. ആ കൃഷി ലാഭമായിട്ടൊന്നുമല്ല, ജോലിക്കാർക്ക് കൂലി കിട്ടും. പിന്നെ ഒരു സൽക്കർമ്മമാണല്ലോ എന്ന് കരുതി മുടക്കാറില്ല എന്ന് മാത്രം. വയസ്സും പ്രായമൊക്കെ ആയില്ലേ, ഇനിയിപ്പോ ആവശ്യമുള്ളവരൊക്കെ നോക്കി നടത്തിക്കോട്ടെ. മരുമോൻ നമ്പ്യാരെ ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ വലിയ കാര്യമാ. ഇവിടുത്തെ ചെറിയമ്പ്യാരായിട്ട് എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ. അതൊക്കെ തന്നെ ഒരു വലിയ ഭാഗ്യ. ആ കൂടുതലൊന്നും ആഗ്രഹിക്കാതിരിക്കാൻ നല്ലത്. എന്നാ നിരാശപ്പെടേണ്ടി വരില്ല. നീ കുറച്ച് നാളികേരം ചരിവെടുത്ത്. പണിക്കാരിപ്പോ വിളി തുടങ്ങും. നെല്ലിന്റെ പണി തീരുന്നവരെ അടുക്കള പണിക്ക് വേണമെങ്കിൽ ഗീത വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ അടുക്കളയ്ക്കല്ല ആള് വേണ്ട, തൊഴുത്തിലെ പൈക്കള കാര്യ കഷ്ടം. ആ നാരായണൻ നായരോട് വരാൻ പറഞ്ഞിട്ട് ഈ വഴിക്ക് അയാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഓ എന്താച്ചാ? എടുത്തു വെച്ചേക്ക്. നാളികേരത്തിന്റെ കാശ ഇക്കുറി 10-600 കുറവുണ്ടെന്നാ കോയോട്ടി പറഞ്ഞത്. ആ ഗോപിയോട് പറഞ്ഞേക്ക്, കാശിന്റെ വല്ല ആവശ്യമുണ്ടെങ്കില് കണക്ക് കാണിച്ചിട്ട് എത്രയാന്ന് വെച്ചാ എടുത്തോളാൻ. അവനവന്റെ മുതലല്ലേ, എന്തിനാ വെറുതെ. പോട്ടെ പോട്ടെ നോക്കുന്നതോറും അവൻ തലേ കയറി കളിക്കുക. ആ വേലായുധൻ ഇപ്പൊ മോഷണവും തുടങ്ങിയിട്ടുണ്ട്. 10-600 നാളികേരോ കൊണ്ടുപോയത്. കുറിപ്പ് ചോദിക്കാൻ ചെന്നപ്പോ പറയാം ഞാൻ അവനെ തല്ലി തോപ്പിക്കണം, അല്ലെ ഇനിയും കക്കൂന്ന്. കഴിഞ്ഞ കുറി ഇഞ്ചിയായിരുന്നു. ഒരു കണ്ടത്തിലെ ഇഞ്ചി എന്ന് പറയുമ്പോ ഇപ്പോഴത്തെ കണക്കിന് 8000 രൂപയും ചില്ലറയോ വില. കുറിപ്പെപ്പോഴാ ഇഞ്ചിയുടെ വില തിരക്കാൻ പോയേ? അല്ല, ഒരു ജനപ്രതിനിധി ആവുമ്പോ ഇഞ്ചിയുടെ വിലയൊക്കെ അറിയണമല്ലോ. ആ നീ ചോറായെങ്കിൽ എടുത്തു വെക്കേ. ഇന്ന് കൂപ്പിൽ പണിക്കാർ ജാസ്തിയുള്ള ദിവസാ. കുഞ്ഞാമ്പ് വരുന്നുണ്ട്, കുഞ്ഞാമ്പ് വരുന്നുണ്ട്. മക്കളെ ഒന്ന് ഒതുങ്ങിക്കേ. കുഞ്ഞാമ്പൊക്കെ ഈ മീൻകൊട്ടെ വെച്ചോട്ടെ. ഇരേ ഒന്ന് താങ്ങിക്കേ. കുന്നുമ്പോ ശാന്തി ഉണ്ടോ? ശാന്തി ഇപ്പൊ അക്കരക്ക് അങ്ങാടിക്കൊക്കെ വരത്തുണ്ട. മീൻ ലേശം ചീഞ്ഞിട്ടുണ്ടല്ലോ കുഞ്ഞാമ്പ്. അയില ആവുമ്പോ ലേശം ചീഞ്ഞാല അതിന്റെ ടേസ്റ്റ് ഇല്ല ശാന്തേ. അല്ല, വേലായുധ മൂപ്പർ ഇപ്പോഴും ശാന്തര ഇവിടെ തന്നെ കിടപ്പ്. മുള്ളംകൊല്ലിയിൽ ഉശിരല്ല ആണുങ്ങൾ വേറെയും ഉണ്ട്. ആരാ നീയാ മുള്ളംകൊല്ലിയിൽ ഉച്ചിരുള്ള ആണ്? അയ്യടാ, ഈ മസിലും പെരുപ്പിച്ച് വഷളത്തും വിളമ്പാന്നല്ലാണ്ട് വേലായുധന്റെ നിഴല് കണ്ട മുക്കറയിലൂടെ പോത്തെ നീയൊക്കെ. അവന്റെ കൂടെ കിടക്കുന്നതിന്റെ മൂച്ച് കിരിരാഹനോട് എടുത്തോണ്ടല്ലോ. എടുത്താ നീ എന്തുണ്ടാക്കാനാടാ? മുള്ളംകൊല്ലി ചങ്കച്ചോരെയുള്ള ആണുങ്ങളുണ്ടേ വന്നോ? അതെ, ഒന്ന് നിർത്തണ്ട നിങ്ങള്. ഭാര്യ ആളുകളുടെ തോണിയില് നീ പോയിട്ടെന്തായി? വില്ലേജ് ഓഫീസറില്ല, മറ്റന്നാ ചെല്ലാൻ പറഞ്ഞു. നോക്കി നടക്കടി. അല്ല, ഈ ഇപ്പൊ പണ്ടത്തെ 4ാം ക്ലാസ്സിലെ ബെഞ്ചിമ കുത്തിരുന്ന് എന്നെ പ്രേമിക്കാനല്ലേ? ഏടോ ജാനകിക്ക് ഇപ്പൊ 4 പഠിക്കുന്ന കുട്ടിയായി. വെറുതെ ആണ് നാട്ടുകാര് പറയണേ. അനക്ക് നല്ലോപോലെ ഒരു പെണ്ണൊക്കെ കെട്ടി ജീവിച്ചൂടെ? അതിന് വേലായുധൻ ആര് പെണ്ണ് തരാൻ പതുക്ക? ഈ പൊന്നാണി പോയി മൊട്ട അടിച്ച് തൊപ്പിട്ട് വാ. അനക്ക് പെണ്ണ് എത്ര വേണം? നമ്മൾ തരാം. കുഞ്ഞാമ്പ് എത്തി, കുഞ്ഞാമ്പ് എത്തിപ്പോയി. വന്നോളി വന്നോളി. എന്താ നല്ല പെട്ടക്കണ സൈസ് ആയില്ലേ? വേണ്ടോര് വാങ്ങിയാ മതി. ഇത് അതെന്താത് കഥ. ഉണ്ണിയാര് സ്വന്തം കായലവാക്കിട്ട് പീടിയേക്ക് ബോർഡ് വെക്കേ. 250 റുപ്യ ചൊള പോലെ എണ്ണി കൊടുത്തത്. ആ അതിനെന്താ എഴുത്തൊക്കെ അതിന് മാത്രം ജോറായിട്ടെന്ന് കൂട്ടിക്കോളി. അല്ല അതിന്റെ താഴത്തെന്താ തമിഴ? ഏതായാലും ചെലവാക്കുമ്പോ അതിന്റെ ഒരു കുറവ് വേണ്ടാന്ന് കൂട്ടി. അതെ, തമിഴന്മാർക്കൂടി തോന്നിക്കോട്ടെ അവരുടെ സ്വന്തം സ്ഥലമാണ്. ഏത് കൂപ്പിൽ പണിക്ക് വരുന്ന ഹറാം പറഞ്ഞ ജാതികൾക്കാണ് സ്വന്തം സ്ഥലമാണെന്ന് തോന്നിക്കേണ്ടത്? തമിഴ്നാട്ടിൽ അലമ്പുണ്ടാക്കിയിട്ട് അവരവിടുന്ന് അടിച്ചോടിച്ചതാ ഇവറ്റകളെയൊക്കെ.
ഈ ബോർഡൊന്നും ഇവിടെ വെക്കണ്ട. സതീശ, നീ ആ കോണിമെന്ന് ഇറങ്ങിക്കോ. പോരുമ്പോ ബോർഡും കൂടെ എടുത്തോ. വേലായുധ, ഞാൻ 10,250 ചെലവാക്കിയതാ. ബുദ്ധിമുട്ടുണ്ടാക്കരുത്. എന്തിനാ ഉണ്ണിയായാലും ഇങ്ങനെ ആവശ്യമില്ലാത്ത പാഴ്ചെലവ്? ഇവിടെ ഇപ്പൊ എന്താ ഇതിന്റെ ആവശ്യം? അത് പറ. വേറെ ഹോട്ടലൊന്നും ഇല്ലല്ലോ ഇവിടെ മത്സരിക്കാൻ. ബോർഡൊന്നും വേണ്ട, തമിഴ് ബോർഡ് എന്തായാലും വേണ്ട. വേണ്ട 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 വേണ്ട. ഒന്നേ അല്ല വേലായുധ, ഈ കാണിക്കുന്നത് മഹാപൂകരിത്തരൽ. അയാൾ ആ ബോർഡ് അവിടെ വെച്ചാ നടക്കണ്ട. എന്താ മീന്? അത് നല്ല പടക്കട ജാതിയായില്ലേ. ഇത് പറ. അത് പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി ഇത് നോക്കട്ടെ. ഇതാണോ പെടക്കണ സൈസ് ആയില്ല? ഒന്ന് പെടപ്പിച്ച് കാണിക്ക്. അല്ല, അതിപ്പോ ലേശൊരു വാട്ടുണ്ട്. പുറം കളിയിൽ നിന്ന് പിടിക്കണതല്ലേ, കരക്ക് എത്തണ്ടേ? ചീഞ്ഞ മീനും കൊണ്ട് പുഴ കടന്ന് ഇക്കരെ വരണ്ടാന്ന് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടോ? ആ അതുണ്ട്. ആ എന്നാ ഈ മീനെ ഇവിടെ വിൽക്കണ്ട. അയ്യോ വേലായുധ, കുഞ്ഞമ്മക്കാന്റെ വയറ്റത്തടിക്കില്ലേ? വയറ്റത്തല്ല, തലമണ്ട പൊട്ടിക്കേണ്ട പണിയായത്. വേണോ? മോനെ വേലായുധനൊക്കെ അങ്ങോട്ടോക്ക്. അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ പിള്ളേർക്ക് തൂറിലും ഛർദി ഒഴിഞ്ഞ് നേരമില്ല. ഇനി അമോണിയം ഇട്ട മീൻ കൂടെ തിന്നാ റെഡിയായി. അടി പിന്നാലെ പോയിട്ടൊന്നും ഒരു കാര്യമില്ല കുഞ്ഞാമു. വടി കുത്തി വെച്ച ഉത്തരവ് ആയി കഴിഞ്ഞു എന്നാ, പിന്നെ മാറ്റമില്ല. മോളാ ഖദീജ, അന്നതാ ലീല വിളിക്കണേ. ഞാൻ മീൻ വാങ്ങാൻ പോവാ. ഓള് വരണ്ട. ഉമ്മ നിങ്ങളെന്നെ വിളിച്ചീനോ? ലീല ഓള് മീൻ വാങ്ങാൻ പോകാന്ന്. എന്നാ അയ്യും ചെല്ല്. ആ നല്ല വല്ല ഉണ്ടെങ്കിൽ വാങ്ങിയാ മതി. ലീല നിക്ക്, ഞാനും വരുന്നു. നിക്കടി, നിനക്കൊരു 2 മിനിറ്റ് കാത്തൊന്നൂടാല്ലേ? ഒഴുക്കൽ വീണ ഇല പോലെ അവിടെ ഇവിടെയും തട്ടി നടന്ന് നിൽക്കരുത്. നേരെ പോവാ, മീൻ വാങ്ങാ, വീട്ടിലേക്ക് തിരിച്ചു പോരുക. അമ്മയുടെ ഓർഡർ. അരിയും പഞ്ചാര. ഇത്ര നേരത്തെ കട പൂട്ടിയോ? സപ്ലൈ ഓഫീസിൽ സാധനം എടുക്കാൻ പോവാ. പോയിട്ട് നാളെ വാ. രാത്രി വിളക്ക് കത്തിക്കാൻ ഒരു ഇറ്റ് മണ്ണെണ്ണയില്ല കൃഷ്ണ. കുറച്ചെടുത്ത് തന്നിട്ട് പോ. നിങ്ങൾ കിടന്നോ, ഞാൻ വന്നോളാം. പിന്നെ വരുമ്പോ 5 ഉറുപ്പിക്ക് മീൻ വാങ്ങിട്ട് വന്നാ നന്നായിരുന്നു. കൂട്ടാൻ വെക്കാൻ ഒന്നുമില്ല. എന്തിനാ 5 രൂപയ്ക്കാക്കുന്നു? 10 രൂപയ്ക്ക് ആയിക്കോട്ടെ, പാതി വറക്കുകയും ചെയ്യാലോ. കുശാല ആയിക്കോട്ടെ. അച്ഛൻ കള്ള് ഷോപ്പിലേക്കുള്ള പോക്ക അല്ലേ അമ്മ? വാ, നീ വേഗം വാ. ജാനകിടത്തിയെ, ആ നീ എങ്ങോട്ടാ? മീൻ വാങ്ങാൻ പോവാ. ലീലേച്ചി, 5 രൂപയുടെ മീൻ ഞങ്ങൾക്കും കൂടെ വാങ്ങാം. ഇവളുടെ വർത്താനം കൊണ്ട് ഞാൻ തോറ്റു. മീൻ വേണം, ഞാൻ കൊണ്ടുതരാം. വേണ്ട, നീ പൊയ്ക്കോ. കൃഷ്ണേട്ടൻ വരുമ്പോ കൊണ്ടുവരും. ശരി. അച്ഛൻ കൊണ്ടുവന്നിട്ടുന്ന മീൻ കൂട്ടിയത് തന്നെ. മീൻ കൂട്ടിയില്ലെങ്കിൽ എന്താ? നമ്മുടെ ബുദ്ധിമുട്ടുകളൊന്നും ബാക്കിയുള്ളവരെ അറിയിക്കരുത്, മനസ്സിലായോ? ചീഞ്ഞ മീൻ മതി എന്നുള്ളവരത് വാങ്ങിക്കോട്ടെ. വിൽക്കണ്ട പറയാൻ അവനാരാ? അതെ, എന്താ സംഗതി? മീൻ കുട്ടയെ മേലെ വടി കുട്ടിച്ചണ്ടില്ലേ? വിൽക്കാൻ പാടില്ല എന്ന് വേലായുധന്റെ വിലക്ക. ഓഹോ, അത്രയ്ക്ക് ചീഞ്ഞിട്ടൊന്നുമില്ല. ഇതവന്റെ തോന്നിയാസാ. ആന്ന് ലേശൊരു വാട്ടുണ്ട്. അതിപ്പോ പുറം കളിയിൽ നിന്ന് പിടിക്കണതല്ലേ. അത് കരക്കെത്തിച്ച് അവിടുന്ന് ചന്തയിലെത്തി ഇന്നത്തെ കൊണ്ട് വെള്ളയിൽ കിട്ടാൻ. മെമ്പർ എത്തി. ഇനി ഇതങ്ങ് കൊഴുക്കും. വാ, നമുക്ക് അങ്ങോട്ട് നിൽക്കാം. എന്താണോ പ്രശ്നം? വേലായുധം മീൻ വിൽക്കുന്നത് തടഞ്ഞ. 100-300 റുപ്യന്റെ മീനാ ചെറിയ പേരെ ആ കൊട്ടയില്. അത് വിൽക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാ? ഹോട്ടലിൽ ഒരു ബോർഡ് എഴുതിച്ചത് വെക്കാൻ സമ്മതിച്ചില്ല. അതിന്റെ ന്യായം ചോദിച്ചു ചെന്നതിനാ കുഞ്ഞാമൊരു ടീ താങ്ങ്. ഓനെ അങ്ങനെ വിട്ടാ പറ്റൂല്ലോ. നിങ്ങളെന്നൊരു വഴി പറയും മെമ്പറെ. അതെ, എന്തിനാ ഇപ്പൊ മെമ്പർ തന്റെ ചായക്കടയിൽ നിന്ന് ഒരു പടല പഴം എടുത്തപ്പോ താൻ എന്താ പറഞ്ഞ? കാശ് വെച്ചിട്ട് പോവാൻ അനുഭവിച്ചോ? അല്ലെങ്കിൽ മെമ്പർ പറഞ്ഞ ഇവിടെ ആർക്കും ഒരു വിലയില്ല. ഊരും പേരും ഇല്ലാത്ത അവൻ പറഞ്ഞ കൈയും കെട്ടിയത് കേട്ടോളൂ. നിങ്ങളൊക്കെ തന്നെ അവനെ ഈ വഷളാക്കിയത്. അവൻ പറയുമ്പോ നിങ്ങൾ എന്തിനാ അനുസരിക്കുന്നത്? ആ കമ്പെടുത്ത് കളഞ്ഞ് മീൻ വിൽക്കാൻ നോക്കൂ. അതിൽ നിന്ന് ഒറ്റ മീനെടുത്ത് വിറ്റ് തന്നെ തലക്കടിച്ച് കൊല്ലുന്ന് പറഞ്ഞാൽ പോയത്. പുതുശ്ശേരി ചെറിയ നമ്പ്യാരല്ലോ പറഞ്ഞത് കമ്പെടുത്ത് കളഞ്ഞ് മീൻ വിൽക്കാൻ. എന്നാ കീരി എന്നാ എടുത്തങ്ങോട്ട് കള. എടുത്ത് കളഞ്ഞാക്കട്ടെ. എടുത്ത് കളകേരിയെ ഞങ്ങളൊക്കെ കൂടെ ചെല്ല് കീരിയെ, ഇന്ന് രണ്ടിലൊന്നറിയണം. വേലായുധന്റെ പതാക എടുത്തു കളഞ്ഞാ എന്താ ഉണ്ടാവുക നോക്കാലോ. എന്തെങ്കിലുമൊക്കെ ഒരു നടക്കും. ആ
എന്താ ഈ കുണ്ടായിസ നിന്നോട് ഈ മുണ്ടിങ്ങനെ കയറ്റി കുത്തരുതെന്ന് പറഞ്ഞിട്ടില്ലേ? നിനക്കിനി ടൗസർ മതി. അങ്ങനെ കീരിക്ക് കൊണ്ടുപോയി. ചെറിയമ്പേരും മുള്ളംകൊല്ലി മഹാരാജാവും കൂടി അടിച്ചാലേ ആര് ജയിക്കും? നീ പറ. എന്താ ഗോപിനാഥൻ നമ്പ്യാര് മീൻ വാങ്ങിക്കാൻ ഇറങ്ങിയതാ? ഈ മീൻ ഇവിടെ വിൽക്കേണ്ടെന്ന് ഞാനാ പറഞ്ഞത്. ഇനിയിപ്പോ പുതുശ്ശേരി ചെറിയമ്പേര് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും കേട്ടോ. പക്ഷെ വേലായുധനെ തല്ലി തോപ്പിക്കണം. വേലായുധനെ ആരെങ്കിലും തല്ലി തോപ്പിച്ചാൽ മതി, പ്രശ്നം തീർന്നു. നമ്പ്യാരെ ഒന്നും മുട്ടി നോക്കിയാലോ. നമ്മൾ രണ്ടുപേരും കൂടെ തല്ലിയാൽ ആര് ജയിക്കുന്നുള്ളത് മുള്ളംകൊല്ലിയിലെ ദേശീയ പ്രശ്നമാ. വാ നമ്പ്യാരെ, ഇതൊക്കെ ഒരു രസമല്ലേ, ഒന്ന് മുട്ടി നോക്കാന്നേ. നമ്പ്യാർ കളിച്ച് രസിക്കുന്ന പ്രായം വിട്ടുപോയടോ. നീ കളിക്ക്, ഞാൻ കണ്ട് രസിക്കുന്നുണ്ട്. ഓ എന്താ ഇവിടെ ഒരു കൂട്ടം? എന്താ എന്താടോ? ആ വേലായുധനെ കൊണ്ടുള്ള ശല്യാണ് വല്യമ്പ്യാരെ. ഹോട്ടലിൽ ഒരു ബോർഡ് വെച്ചത് അഴിപ്പിച്ചു. കുഞ്ഞാമൂനെ മീൻ വെക്കുന്നത് വിലക്കി. ഇതുണ്ടോ കീരിടം മുണ്ടും പറിച്ചത്. എവിടെയാ അവൻ? ഡാ, ഇങ്ങോട്ട് വാടാ. വാടാ ഇവിടെ. വാദത്തിന് കുറുന്തോടി തന്നെയുള്ളൂ മരുന്ന്. അതെ ചേച്ചിയെ, ചെറിയമ്പേര് രാജാവിനെ തല്ലിത്തോപ്പിക്കുന്ന ആരും വിചാരിക്കണ്ട കേട്ടോ. ആള് മഹാപേടിത്തൂറിയാ. നല്ല അസലൊരു തല്ലിനുള്ളത് മുഴുവൻ ഒത്തു വന്നതായിരുന്നു. ഒരാളെ ചൊറിയാന്നതിന് അങ്ങേപ്പുറം രാജാവ് ചൊറിഞ്ഞു. എവിടെ ചെറിയമ്പേര് മാറിക്കളഞ്ഞു. അയാൾക്കറിയാം തല്ലിയാ ജയിക്കൂലെന്ന്. അതന്നെ. ആ പിന്നെ വേറൊരു രസമുണ്ടായി. കീരിക്കിനും കൊണ്ടുകൊടുക്കാൻ പാടില്ല, വിലക്കി. നീ വാങ്ങാൻ പോയിട്ട് നീ അവിടെ തല്ലും കണ്ട് നിൽക്കായിരുന്നു ഇല്ലേ? അതിന് തല്ല് നടന്നില്ലല്ലോ കണ്ടു നിൽക്കാൻ. ആ വരവൊക്കെ കണ്ടപ്പോ ഇന്നൊരു തല്ല് കാണാന്ന് ഉറപ്പിച്ചതായിരുന്നു. ആ അപ്പുറത്തേക്ക് ചെന്നാ മതി. കല്ലിന്ന് ഇവിടെ തന്നെ കാണാം. നേരം വൈകിയാണ് അമ്മാമ്മയ്ക്ക് കലി പിടിച്ച് നിക്കാ. പ്രകാശ, നിന്നോട് കുറെ നേരം കൊണ്ട് പറയാ പോയി കുളിക്കാൻ. ദേ പറയണ പോലെ കേട്ടില്ലെങ്കിൽ എന്റെ നല്ല തല്ല് കിട്ടോട്ടോ. ഓ ഇങ്ങ എത്തിയോ? ഇറങ്ങി പോയാ പിന്നെ ഒരു നേരാവണ്ട് ഇങ്ങോട്ട് കാണില്ലല്ലോ. എന്താടി മീൻ കിട്ടിയില്ലേ? അതല്ലേ അമ്മേ രസം. മീൻ ചീഞ്ഞതാണ്, വിൽക്കാൻ പാടില്ല എന്ന് മുള്ളംകൊല്ലി മഹാരാജാവിന്റെ കൽപ്പന. മീൻകുട്ടിയുടെ അടുത്ത് ഒരു വടിയും കുത്തിവെച്ച് മൂപ്പരങ്ങോട്ട് പോയി. ഇനി അതിൽ ഒരു എണ്ണം വിറ്റ കുഞ്ഞാമുക്കന്റെ അപ്പ തല കടിച്ചു കൊണ്ടു. ഇവനെ കൊണ്ടുള്ള ഒരു ശല്യം. ചീഞ്ഞ മീൻ വേണ്ട ഒരു വാങ്ങിച്ചോട്ടെ അങ്ങോട്ട് വെച്ചൂടെ? അതന്നെ എല്ലാരും പറയുന്നേ. പക്ഷെ തല്ലി തോപ്പിക്കാൻ ആരെങ്കിലും വേണ്ടേ? ഇനിയിപ്പോ രാത്രിത്തേക്ക് കറി വെക്കാൻ എന്താന്നാ? നീ ആ വേലായുധനെ അവിടെ എങ്ങാനും കണ്ട? ഓ വേലായനെ കണ്ട വിശേഷം തന്നെ ഇപ്പൊ എത്ര നേരം വിളമ്പേ. ഇവിടെ മാറിക്കണം. സൂര്യൻ അസ്തമിക്കാറായി തോന്നിയാ പിന്നെ തുടങ്ങായി വേലായനെ പറ്റിയുള്ള ചിന്ത. അവന്റെ കള്ളു വാങ്ങി കുടിച്ചങ്ങോട്ട് നടന്നാ മതിയല്ലോ. ഇവിടെ രാത്രിത്തേക്ക് കൂട്ടാൻ വെക്കാൻ എന്താ ഉള്ളതെന്ന് ഒന്നും അന്വേഷിക്കരുത്. ഓ പ്രസവനെ എടുത്ത പോലെ ഓർഡർ വേണ്ടില്ലേ? ഇനി പോയി കള്ളും കുടിച്ച് അവനെയും കൂട്ടി ഇങ്ങോട്ട് കയറി വന്ന എന്റെ ചെറിയങ്ങാട്ട് ഭഗവതിയാണ്. രണ്ടിനെ ഞാൻ ചൂലെടുത്തടിക്കും. നീ പൊടി ചൂലേ. ഇവിടെ കെട്ടുപ്രായത്തിൽ നിൽക്കുന്ന ഒരു പെണ്ണുണ്ടെന്നുള്ള ഒരു വിചാരമില്ല. മൂത്തേനെ കെട്ടിച്ചു വിട്ടതോ ഇങ്ങനെയായി. എന്നാ പിന്നെ ബോധത്തോടെ വെളിച്ചം കണ്ട്